ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഈ പ്രോമോയിൽ കാണിച്ച ഈ വെള്ളമൊഴിക്കൽ പ്രശ്നത്തിൽ സത്യത്തിൽ നെവിൻ്റെ മേലെയാണ് 100% തെറ്റ് കിടക്കുന്നത്. ഈ ഒരു പൊടി ടാസ്ക് കഴിഞ്ഞ ശേഷം എല്ലാവരും ക്ഷീണിച്ച് അവിടെ ഇവിടെ കയറി കിടക്കുന്നുണ്ട്. അങ്ങനെ ടാസ്കിന്റെ ക്ഷീണത്തിൽ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ പോയി കിടക്കുന്നുണ്ട്. അപ്പോൾ അക്ബർ പതുക്കെ എന്തോ ആര്യനോട് പറയുന്നുണ്ട്. നൂറാന്ന് പറയുന്നതേ മനസ്സിലാവുന്നുള്ളൂ, ബാക്കി ഈ സ്വകാര്യം പോലെ പറയാൻ ചെയ്യുന്ന ശബ്ദമില്ല, അതുകൊണ്ട് മനസ്സിലാവുന്നില്ല. സംഭവം എണീപ്പിക്കാനുള്ള എന്തോ കാര്യമാണ് തോന്നുന്നുണ്ട്. അങ്ങനെ ആര്യൻ എണീക്കുന്നു. നേരെ ആര്യൻ ചെന്ന് സോഫയിൽ കമന്ന് കിടക്കുന്ന നെവിനോട് എണീക്കാൻ പറയുന്നു, ഉറങ്ങരുതെന്ന് പറയുന്നു. അങ്ങനെ റൂമിൽ പോയിട്ട് ഓരോരുത്തർക്കും എണീക്കാൻ പറയുന്നുണ്ട്, ഉറങ്ങരുതെന്ന് പറയുന്നു. അങ്ങനെ അനു അവിടെ സൈഡിൽ പുതച്ചു മൂടിയിട്ട് കിടക്കുന്നുണ്ട്. ഉറങ്ങുന്നൊന്നുമില്ല, ചുമ്മാ പുതച്ചു മൂടി കിടക്കുകയാണ്. അപ്പം ആര്യൻ വന്നിട്ട് അനുവിനോട് പറയുന്നുണ്ട് ഉറങ്ങരുത്, എണീറ്റിരിക്കാൻ. ഇതിനിടയ്ക്ക് നെവിൻ വരുന്നു. നെവിൻ എന്നിട്ട് ആര്യനോട് ഒരു ചെറിയ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറയുന്നു. എണീറ്റിട്ടില്ലെങ്കിൽ എൻ്റെ ശരിക്കുള്ള സ്വഭാവം കാണുമെന്ന് നെവിൻ പറയുന്നു. സത്യത്തിൽ അനു ഉറങ്ങുന്നൊന്നുമില്ല, പൊതച്ച് കിടക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ കുറച്ച് വെള്ളം എടുത്ത് അനുവിൻ്റെ മുഖത്ത് തെളിക്കുന്നു. ഈ ദേഷ്യത്തിൽ അനുവിൻ്റെ ബോട്ടിലിൽ വെള്ളം എടുത്തിട്ട് നെവിൻ്റെ ദേഹത്ത് ഒഴിക്കുന്നു. നെവിൻ ആ വഴിക്ക് തന്നെ കിച്ചണിൽ പോയി ചായ പാത്രത്തിൽ കുറേ വെള്ളം എടുത്തിട്ട് അനുവിൻ്റെ ബെഡിലേക്ക് എടുത്ത് ഒഴിക്കുന്നു. അങ്ങനെ പ്രശ്നം മൊത്തത്തിൽ വഷളായി. ഈ പ്രശ്നം സത്യത്തിൽ തുടങ്ങി വെച്ചത് നെവിനാണ്. ഇത്രയും ദിവസം ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ അവിടെ ഇവിടെ ഒളിച്ചും പാത്തും പതുങ്ങിയും കിടന്നുറങ്ങിയ ഒരു മത്സരാർത്ഥി എന്ന് പറയുന്നത് നെവിൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നെവിൻ ഈ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? അവിടെ വെറുതെ കിടക്കുന്ന ഒരാളുടെ മുഖത്ത് വെള്ളം തെളിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാണ് ദേഷ്യം വരാത്തത്? അങ്ങനെ ഷാനവാസും അനീഷും അനുവിന് വേണ്ടി സംസാരിക്കുന്നുണ്ട്. പക്ഷെ അനീഷിനെ അറിയുന്നതാണല്ലോ. അനീഷിനടുത്ത് നെവിൻ 4 ചാട്ടം ചാടി അങ്ങോട്ട് പറഞ്ഞിട്ട് അനീഷിന് പിന്നെ ഒന്നും പറയാൻ കിട്ടുന്നില്ല. ഷാനവാസും ഈ പറഞ്ഞ പോലെ പറയുന്നുണ്ട്. പക്ഷെ അനു തിരിച്ചെന്തെങ്കിലും പറയണ്ടേ? മുഖം വീർപ്പിച്ചിരുന്നുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? അനുവിന് സത്യം പറഞ്ഞാൽ തിരിച്ചങ്ങനെ പറയാനൊന്നും അറിയില്ല. അനീഷിനെ പോലെ തന്നെയാണ്. സത്യാവസ്ഥ അറിയാൻ എല്ലാവരും റൂമിലേക്ക് എത്തി. ലൈവായിട്ട് എല്ലാ കാര്യങ്ങളും കണ്ട സാബുമാനോട് ചോദിച്ചപ്പോൾ ഞാൻ അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. പിന്നെ അക്ബർ നെവിൻ്റെ സൈഡല്ലേ പറയുള്ളൂ. അങ്ങനെ കയ്യിൽ നിന്ന് പോയിന്ന് ഏകദേശം മനസ്സിലാക്കി നെവിൻ എന്ത് ചെയ്തു? അനുവിനെ കുറ്റക്കാരിയാക്കുന്ന തരത്തിൽ പഴയ ജിസേലിൻ്റെ കാര്യമൊക്കെ വലിച്ചിട്ട് നിൻ്റെ ഈ ചീപ്പ് കാർഡ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അനുവിനെ അവസാനം എല്ലാവരുടെയും മുന്നിൽ കുറ്റക്കാരിയാക്കി മാറ്റി. സത്യത്തിൽ അനു ഇത് വലിയൊരു ഇഷ്യൂ ആക്കി കംപ്ലൈൻ്റ് ആയിട്ട് ബിഗ് ബോസിനടുത്ത് എടുക്കണമായിരുന്നു. പക്ഷേ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ അനുവാണ് എന്തോ വലിയൊരു തെറ്റ് ചെയ്തതും നെവിൻ ഒന്നും ചെയ്യാത്തൊരു പാവം കുട്ടിയെ പോലെയാണ് നടക്കുന്നത്.